Hello guys, welcome back to another video. In this video, we will see 2 ലക്ഷം രൂപയ്ക്കകത്ത് നമ്മളൊരു ഗെയിമിംഗ് പ്ലസ് സ്ട്രീമിംഗ് PC build ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാ പ്രോഡക്ട്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്രൈസസ് വേരി ചെയ്യാമായിരിക്കും, ചില സമയങ്ങളിൽ റേറ്റ് കൂടുതലും കുറയുമായിരിക്കും. അപ്പോൾ അത് കണക്കാക്കി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അത് അപ്ഡേറ്റ് ആയിക്കോളും. geekboz.in എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ geekboz.in നിന്ന് നിങ്ങൾക്ക് ആദ്യം ഈ ഒരു കൂപ്പൺ കോഡ് ചൂസ് ചെയ്യുന്ന 5 പേർക്ക് 1000 rupees ഓഫ് ഓൺ എനി ഗ്രാഫിക്സ് കാർഡ്. നിങ്ങൾ ഏത് കാർഡ് വാങ്ങിച്ചു കഴിഞ്ഞാലും 1000 rupees നിങ്ങൾക്ക് ഓഫ് എടുക്കാവുന്നതാണ്. അത് ഈ വീഡിയോയുടെ ഇടയിലായിരിക്കും ഞാൻ പറയുക, അതുകൊണ്ട് തന്നെ ഡു കീപ്പ് ഓൺ വാച്ചിങ്. അതുകൊണ്ട് തന്നെ ആ ഒരു കൂപ്പൺ ഉപയോഗിക്കുന്ന ആദ്യത്തെ 5 പേർക്ക് മാത്രമേ ഇത് അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദിസ് ഈസ് എ വൺ ടൈം യൂസേജ് ഓൺലി. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ദെൻ ഗൈസ്, ഈ ഒരു PC എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു ഗെയിമിംഗ് പ്ലസ് സ്ട്രീമിംഗ് ആണ്. എഡിറ്റിംഗ്, കണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ 3D, VFX, ലൂമിയോൺ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതും 2 lakhന് തന്നെ, പക്ഷേ അതിന് വേണ്ടി ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുകയാണ്. എന്നാൽ ഇത് ഗെയിമിംഗ് പ്ലസ് സ്ട്രീമിങ്ങിന് വേണ്ടി വളരെ സെൻട്രിക് ആയിട്ട് ചെയ്യുന്ന ഒരു PC ബിൽഡായിരിക്കും. അതുകൊണ്ട് തന്നെ ഫോർ ഗെയിമേഴ്സ് ദിസ് വീഡിയോ വിൽ ബി റെക്കമെൻഡഡ്. So without wasting much time, this is Prashant Avi and you're watching GeekBoZ TV. Guys, അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പ്രൊസസ്സർ ഈസ് RYZEN 7 5800X. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 3.9 റെക്കമെൻഡ് ചെയ്തത് എഡിറ്റിങ്ങിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 5.8 ഗെയിമിംഗ് പ്ലസ് സ്ട്രീമിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. 5.8 എന്ന് പറയുന്നത് വളരെ പുതിയ ആർക്കിടെക്ചറാണ്. ആൻഡ് മോർ ഓവർ ഇറ്റ് ഈസ് ഫ്രം 7nm ആർക്കിടെക്ചർ ആൻഡ് സിംഗിൾ കോ പെർഫോമൻസും മൾട്ടി കോ പെർഫോമൻസും രണ്ടും ഹയർ ആണ്. അതുകൊണ്ട് തന്നെ 3.9 ഓപ്റ്റ് ചെയ്യുന്നതിനെക്കാളും 5800X എടുക്കുന്നതായിരിക്കും നല്ലത് ഫോർ ഗെയിമിംഗ് ആൻഡ് സ്ട്രീമിംഗ്. ഗൈസ്, അടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മദർ ബോർഡ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ MSIയുടെ B550 ഗെയിമിംഗ് പ്ലസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് MSIയുടെ തന്നെ B550 ടോമഹോക്ക് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആസ്ട്രോക്കോ അല്ലെങ്കിൽ സ്റ്റീൽ ലെജൻഡ്, ആസ്ട്രോക്കിൻ്റെ സ്റ്റീൽ ലെജൻഡ് ഒക്കെ നല്ലൊരു മദർ ബോർഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ആസൂസിൻ്റെ B550 സ്ട്രിക്സ് എഫ് ഗെയിമിംഗ് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബോർഡാണ്. എന്നിരുന്നാലും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് MSI ആണ് കേട്ടോ, കാരണം കസ്റ്റമർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കുറച്ച് ബിൽഡാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ചൂസ് ചെയ്തത് MSIയുടെ B550 ടോമഹോക്ക് ആണ്. വളരെ ഹൈ എൻഡ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മദർ ബോർഡാണ്. യാതൊരു രീതിയിലും ഒരു കോംപ്രമൈസും ചെയ്യാത്ത കോമ്പണൻസ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഗൈസ്, അടുത്തത് റാം ആണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് GSKILL RIPJAWS 3200 MHz 16 2 32 GB റാമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് V-Color എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ റാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കഴിഞ്ഞ ബിൽഡിൽ നമുക്ക് കുറേ അപ്രിസിയേഷൻസ് തന്നിട്ടുണ്ടായിരുന്നു V-Colorൻ്റെ ഈ റാം എവിടെ നിന്ന് വാങ്ങാൻ പറ്റുമെന്നൊക്കെ. ഞാൻ ആമസോണിൽ നിന്നാണ് നിങ്ങളിത് വാങ്ങേണ്ടത്. ഇത് തായ്വാൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് V-Color എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതും എന്നാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലാണ് ഇവരുടെ ഈ ഒരു ബോഡിയും അതായത് റാമിൻ്റെ എൻക്ലോസിങ് എല്ലാം ഇവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. വളരെ ഫാസ്റ്റാണ്. 4133 MHz റാമാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് വിത്ത് ലൈഫ് ടൈം വാറണ്ടി കവറേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ Amazon.com എന്ന് പറയുന്ന സൈറ്റിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ഇത് വാങ്ങാവുന്നതാണ്. ഇന്ത്യയിലല്ലാതെ ബാക്കി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒന്നും കറൻ്റ്ലി അറ്റ് പ്രസൻറ്റ് സിറ്റുവേഷനിലായിട്ടില്ല. ഗൈസ്, SSD ചോയ്സ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിലും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾക്ക് Gen 4 ആർക്കിടെക്ചറിലുള്ള SSD വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ പ്രൈസസിൻ്റെ ഡിഫറൻസ് അതിൽ എന്തായാലും ഉണ്ടാവും. പക്ഷേ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് WDയുടെ SN550 500 GB M.2 NVMe SSD ആണ്. ഈ ഒരു SSDയും പിന്നെ ഇതിലൊരു സെക്കൻഡറി സ്റ്റോറേജ് ആയിട്ട് നമ്മളൊരു ഹാർഡ് ഡിസ്കും യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ Gen 3 തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഗൈസ്, അടുത്തതായിട്ട് ഇതിൽ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആയിട്ട് നമ്മൾ 1 TB WD ബ്ലൂ ഹാർഡ് ഡിസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 TB ഓ 4 TB നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. ഇതൊരു ഗെയിമിംഗ് സെൻട്രിക് ആയിട്ടുള്ളൊരു PC ആയതുകൊണ്ട് ഗെയിംസ് സ്റ്റോർ ചെയ്യാനും കൂടെയാണ് ഞാൻ ഈ ഒരു ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉള്ളവർക്ക് വേണമെങ്കിൽ 1 TB SSD തന്നെ യൂസ് ചെയ്യാം. ഗൈസ്, അടുത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഗ്രാഫിക്സ് കാർഡാണ്. ഇവിടെ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ZOTACിൻ്റെ RTX 3070 Ti ട്രിനിറ്റി എഡിഷൻ ആണ്. ട്രിപ്പിൾ ഫാൻ ആണ്. വൺ ഓഫ് ദ ചീപ്പസ്റ്റും എൻ്റെ ടോപ്പ് 3 ഫേവറേറ്റ് ബ്രാൻഡാണ് ZOTAC. അതിനകത്തുള്ള ഒരു ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ZOTAC കൺഫേം ആയിട്ട് എടുക്കാൻ പറ്റിയൊരു ബ്രാൻഡുമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാലും ZOTAC മാത്രമേ 5 year വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, 2+3 year. നിങ്ങൾക്ക് കാർഡ് നിങ്ങൾ വാങ്ങിച്ചത് എവിടെ നിന്നാണോ ആ ഒരു കാർഡിൻ്റെ ഇൻവോയ്സ് എടുത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് 5 വർഷം വരെ വാറണ്ടി കിട്ടുന്ന ഒരു പ്രോഡക്റ്റും കൂടെയാണ് ZOTAC.
ഗൈസ് അടുത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് PSU ആണ്. ഈ ഒരു 3070 Tiയും 580 എല്ലാം പവർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻടെക്കിൻ്റെ HCG750 ആണ്. ഇതൊരു PSU ബ്രോൺസ് സർട്ടിഫൈഡ് ആണ്, പക്ഷേ ഫുള്ളി ഫ്ലാറ്റ് കേബിൾസും ഫുള്ളി മോഡുലറുമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോൾഡ് സർട്ടിഫൈഡ് ചൂസ് ചെയ്യാം. അതനുസരിച്ചുള്ള റേറ്റിൻ്റെ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ വളരെയധികം എന്താ പറയുക, ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കട്ട് ഷോട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 750 വാട്ട്സ് ആൻടെക് ആണ് ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുളമസ്ട്രോ, കോസേറോ, ഡീപ്കൂളോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഗൈസ് നമ്മൾ ആദ്യമേ പറഞ്ഞു ഇതൊരു വൈറ്റ് കളർ തീം ബേസ്ഡ് PC ആണ്. അതുകൊണ്ട് തന്നെ ലിക്വിഡ് കൂളർ വൈറ്റ് ആയിരുന്നു. വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് കേട്ടോ. വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഒരു കോമ്പിനേഷനിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ക്യാബിനെറ്റ് എന്ന് പറയുന്നത് ഡീപ്കൂളിൻ്റെ MATRIXX 55V3 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ 3 ARGB ഫാൻസ് വരുന്നുണ്ട്, പ്ലസ് ഒരു സ്ട്രിപ്പ് ലൈറ്റും വരുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഫുള്ളി കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും നമുക്കിതിൽ കമ്പനി തന്നെ ഇൻബിൽട്ട് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിതൗട്ട് എനി സ്പെൻഡിങ് ഓഫ് എനി RGB ലൈറ്റ് ഒന്നും അഡീഷണൽ വെക്കാതെ തന്നെ ഇതിൽ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. ഗൈസ് ഈ ഒരു ബിൽഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡെഫിനറ്റ്ലി ഗിവ് us a like and do follow us on Instagram. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കൂപ്പൺ കോഡ് ഞാൻ ഇടയിൽ കാണിച്ചത് നിങ്ങൾ യൂസ് ചെയ്യുക. കാരണം ആദ്യത്തെ 5 പേർക്ക് മാത്രമേ ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. സോ ഗൈസ് ഈ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ദിസ് ഇസ് പ്രശാന്ത് ആവി സൈനിങ് ഓഫ്.